നമസ്കാരം. ഒരു മാസത്തിലേറെയായി നടന്നുവന്ന തീപിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. കൊണ്ടും കൊടുത്തും അങ്കത്തട്ടിൽ അടവുകളും ചുവടുകളും ഏറെ കണ്ടു. മുറിവേറ്റവരും മുറിവേൽപ്പിച്ചവരും ഒന്നും കീഴടങ്ങാതെ ഗോദയിൽ പടവെട്ടുകയാണ്. ദേശീയ തലത്തിലെ സമവാക്യ ചരടുകൾ എന്തു തന്നെയായാലും കേരളത്തിലെ പോരാട്ടം വേറെ ലെവലാണെന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അങ്കത്തട്ട് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അത് നോക്കാം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. സംസ്ഥാനത്ത് പരസ്യ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്, അവസാന ലാപ്പിലേക്ക് കടന്നപ്പോൾ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. അവസാന ഘട്ടത്തിൽ പ്രധാന നേതാക്കളെല്ലാം സജീവമായി രംഗത്തുണ്ട്. പരസ്യപ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒട്ടും കുറവില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തി. ജോഡോ യാത്രയിലോ പത്രിക നൽകിയപ്പോഴോ രാഹുൽ പൗരത്വ ഭേദഗതി പരാമർശിച്ചില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. രാഹുലിനും മോദിക്കും ഒരേ സ്വരമെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പിണറായിയുടെയും മോദിയുടെയും ലക്ഷ്യം രാഹുൽ എന്നായിരുന്നു ഇതിന് പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി. പ്രചാരണത്തിൽ പൗരത്വ ഭേദഗതിയും ലീഗിന്റെ കൊടിയുമെല്ലാം സജീവമായി ഇടതുപക്ഷം ഉന്നയിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുകയായിരുന്നു കോൺഗ്രസും ബി.ജെ.പിയും. ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉന്നയിച്ച കോൺഗ്രസ് മാസപ്പടി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയിരുന്നു. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളായിരുന്നു ബി.ജെ.പിയുടെ പ്രചരണായുധം. പ്രധാനമന്ത്രിയും ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സജീവമാക്കിയിരുന്നു. സൈബർ ആക്രമണവും വീട്ടിലെ വോട്ടുമെല്ലാം ചർച്ചയാകുന്നുണ്ട്. സീതാറാം യെച്ചൂരി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഡി.കെ. ശിവകുമാർ, ജെ.പി. നദ്ദ അടക്കമുള്ള നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന നേതാക്കൾ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. പരസ്യ പ്രചാരണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചരണ രംഗം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട 2 കക്ഷികൾ പരസ്പരം മത്സരിക്കുന്നു എന്നതിനാൽ ദേശീയ തലത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിലും അവസാനഘട്ട പ്രചാരണ പരിപാടികൾ ശക്തമാക്കുകയാണ് മുന്നണികൾ. അതോടൊപ്പം വിവാദങ്ങളും ആരോപണങ്ങളും കെട്ടടങ്ങുന്നില്ല എന്നതും ശ്രദ്ധേയം. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും LDF, UDF മുന്നണികൾ വിജയസാധ്യത വിലയിരുത്തുമ്പോൾ അക്കൗണ്ട് തുറക്കുമെന്നാണ് NDA പ്രതീക്ഷിക്കുന്നത്. മണ്ഡല പര്യടനം പൂർത്തിയാക്കാനുള്ള അവസാനഘട്ട നെട്ടോട്ടത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. ദേശീയ നേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള പ്രചാരണ പരിപാടികളും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ജനവിധിക്കായി ഇനി 4 നാൾ കൂടി ബാക്കി നിൽക്കുമ്പോഴും പ്രചാരണത്തിനിടയിലെ വിവാദങ്ങളും ആരോപണങ്ങളും കെട്ടടങ്ങുന്നില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDFും NDAയും തമ്മിൽ കടുത്ത പോരിലാണ്. പണം നൽകി വോട്ട് നേടാൻ NDA ശ്രമിക്കുന്നുവെന്നും വർഗീയ രാഷ്ട്രീയം കളിക്കുന്നുവെന്നുമെല്ലാം പരാതിയുമുണ്ട്. അതേസമയം പരാതികൾക്കിടയിലും LDF പ്രചാരണം മികച്ച രീതിയിൽ തുടരുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സിറ്റിംഗ് MP അടൂർ പ്രകാശിന് സാധ്യതയേറുമ്പോഴും LDFന്റെ സാധ്യത തള്ളിക്കളയാനാകില്ല. മണ്ഡലത്തിൽ ത്രികോണ മത്സരമില്ലെങ്കിലും NDA മണ്ഡല പര്യടനം ശക്തമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ട മെഴുവേലിയിലെ കള്ളവോട്ട് അന്വേഷിക്കാൻ ജില്ലാ കളക്ടർ 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നോ എന്ന് അന്വേഷിക്കും. BLOയും UDF പഞ്ചായത്ത് അംഗവും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് കള്ളവോട്ട് FIRൽ പറയുന്നത്. കള്ളവോട്ട് പരാതിയിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ. സബ് കളക്ടറിന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സമിതിയാണ് വോട്ടിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നോ എന്ന് വിശദമായി പരിശോധിക്കുക. 6 വർഷം മുൻപ് മരിച്ചുപോയ അന്നമ്മയുടെ പേരിൽ മരുമകൾ അന്നമ്മ വോട്ട് രേഖപ്പെടുത്തിയ സംഭവത്തിൽ ആറന്മുള നിയോജക മണ്ഡലത്തിലെ 144 ബൂത്ത് BLO അമ്പിളി ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ കളക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. ARO റിപ്പോർട്ടിനെ തുടർന്ന് മൊഴുവേലി 1-ാം വാർഡ് മെമ്പർ ശുഭാനന്ദൻ, BLO അമ്പിളി എന്നിവർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. ഇരുവരും കൂടി ഗൂഢാലോചന നടത്തിയെന്നാണ് FIRൽ പറയുന്നത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് പങ്കില്ലെന്നും കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും UDF പഞ്ചായത്ത് അംഗം പറഞ്ഞു. കള്ളയോട്ടാണോ എന്തോ ഓട്ടാണോ നമുക്കറിയത്തില്ല. ഞാൻ ആ വീട്ടിൽ പോയിട്ടുമില്ല. ആ വീടുമായിട്ട് പിന്നെ രാഷ്ട്രീയമായി ഞങ്ങൾക്കൊക്കെ ബന്ധമുണ്ടെന്നല്ലാതെ ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഇപ്പം ഈ വോട്ട് ചെയ്യിക്കുന്നതിൻ്റെ ആവശ്യത്തിന് ഞാനും പോയിട്ടുമില്ല. ഇവർ കിടപ്പ് രോഗിയാണ്. ഈ വോട്ട് ചെയ്ത ആൾ. പിന്നെ അവരുടെ അമ്മ
5-6 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുള്ളതാണ്. അവരുടെ വോട്ടാണോ ഇതെന്നൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. അതൊക്കെ റിട്ടേണിംഗ് ഓഫീസറും അവരൊക്കെ പരിശോധിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആ വീട്ടിൽ പോയിട്ടില്ല. ഇവരുടെ വോട്ടിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു വിവരവും അറിയില്ല. മരിച്ചുപോയ അന്നമ്മയുടെ പേരിൽ മരുമകളായ അന്നമ്മ വോട്ട് ചെയ്തതാണ് LDFന്റെ കള്ളവോട്ട് പരാതിക്ക് ഇടയാക്കിയത്. എന്നാൽ കിടപ്പ് രോഗിയായ അന്നമ്മയെ വോട്ട് ചെയ്യിക്കാൻ എത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥർ കൃത്യമായി വിവരങ്ങൾ പരിശോധിക്കാതെ വോട്ട് ചെയ്യിച്ചുവെന്നാണ് കളക്ടറുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതേസമയം ഗൂഢാലോചന നടത്തി കള്ളവോട്ട് ചെയ്തതാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ പ്രസംഗം രാജ്യവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ മുസ്ലിങ്ങളെ ആക്ഷേപിച്ച പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുസ്ലിം വിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. എന്നാൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ ഒരുപാട് മുസ്ലിങ്ങളുടെ പേര് കാണാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് പ്രധാനമന്ത്രി നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ സർവേ ഫലങ്ങൾ വന്നതിൽ മോദിയും പിണറായി വിജയനും ഒരുപോലെ ഞെട്ടിയിരിക്കുകയാണ്. BJPയുടെ B ടീമായി പിണറായി വിജയൻ പ്രവർത്തിക്കുകയാണെന്നും ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കി തമ്മിലടിപ്പിക്കാനുള്ള വലിയ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണ് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ സർവേ ഫലങ്ങൾ വന്ന ശേഷമാണ് മോഡി ഞെട്ടിയത്. BJPയുമായി കൂട്ടിയേർന്നുകൊണ്ട് ഇന്ന് BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്ന ആളാണ് പിണറായി വിജയൻ. തൃശൂരിൽ ഇന്നസെന്റിന്റെ ചിത്രം വെച്ച് സ്ഥാനാർത്ഥി പോര്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കൊപ്പമുള്ള ഇന്നസെന്റിന്റെ ചിത്രമാണ് വിവാദമായത്. ചിത്രം വിവാദമായതോടെ LDF പരാതി നൽകി. വിവാദത്തിനൊടുവിൽ ഇന്നസെന്റിന്റെ ചിത്രമുള്ള സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് അഴിച്ചുമാറ്റി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഇന്നസെന്റും ഒരുമിച്ചുള്ള ഫ്ലക്സ് ബോർഡാണ് വിവാദത്തിനിടയാക്കിയത്. കൂടൽമാണിക്യം ഉത്സവം നടക്കുന്നതിനാൽ ഉത്സവാശംസകളോടെ വോട്ടഭ്യർത്ഥിച്ചാണ് ബോർഡ് ഉയർത്തിയിരുന്നത്. മോദിയുടെ ഗ്യാരണ്ടി, തൃശൂരിനൊരു കേന്ദ്രമന്ത്രി, എല്ലാത്തിനുമപ്പുറം സൗഹൃദം, സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നാണ് ഫ്ലക്സിലുണ്ടായിരുന്നത്. ചിത്രം വിവാദമായതോടെ LDF ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. ഇടതുമുന്നണിയുടെയോ ഇന്നസെന്റിന്റെ കുടുംബത്തിന്റെയോ അനുമതിയില്ലാതെയാണ് ചിത്രം ആലേഖനം ചെയ്തത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പരാതി. എന്നാൽ ചിത്രം വിവാദമായതോടെ NDA നേതാക്കൾ നേരിട്ടെത്തി ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. സുരേഷ് ഗോപിയും ഇന്നസെന്റും തമ്മിൽ രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദമുണ്ടെന്ന് മനസ്സിലാക്കാതെ LDF രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. KK ശൈലജയ്ക്കെതിരെ ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസ് അയച്ചു. KK ശൈലജ അവാസ്തവമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഷാഫി പറമ്പിൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി അഭിഭാഷകനായ AL നവനീത് കൃഷ്ണൻ മുഖേനയാണ് വടകര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത്. തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതായി ഇടത് സ്ഥാനാർത്ഥി KK ശൈലജ നേരത്തെ ആരോപിച്ചിരുന്നു. കൂടാതെ തന്റെ പേരിൽ അശ്ലീല വീഡിയോയും മോർഫ് ചെയ്ത ചിത്രവും പ്രചരിപ്പിക്കുന്നതായും അവർ ആരോപണത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇത്തരം നീക്കങ്ങൾക്ക് പിറകിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണെന്നും KK ശൈലജ നേരത്തെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരുന്നു. ഈ ആരോപണങ്ങൾക്കെതിരെയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ തെറ്റാണെന്നും തന്നെയും കുടുംബത്തെയും വേട്ടയാടാൻ ഈ ആരോപണങ്ങൾ സഹായിച്ചെന്നും ഷാഫി വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. സൈബറിടത്തിൽ തന്റെ കുടുംബത്തെ വേട്ടയാടാൻ പച്ചക്കൊടി കാട്ടുകയായിരുന്നു ശൈലജ ആരോപണത്തിലൂടെ ചെയ്തത്. ആരോപണങ്ങൾ തന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. പാനൂർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചും കോവിഡ് കാലത്തെ അഴിമതിയെക്കുറിച്ചുമുള്ള ചർച്ചകൾ വഴിതിരിച്ചു വിടുകയായിരുന്നു ഈ ആരോപണങ്ങളുടെ ലക്ഷ്യമെന്നും ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസിൽ പറയുന്നു. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. വടകരയിലെ സൈബർ ആക്രമണം രാഷ്ട്രീയ പോരാട്ടത്തിനു പുറമെ നിയമ പോരാട്ടത്തിനും കളമൊരുക്കുകയാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളാണ് നശിപ്പിച്ചത്. ബോർഡുകൾ മുറിച്ചെടുത്ത് കാനയിലെറിഞ്ഞും കുത്തിക്കീറി നശിപ്പിച്ച നിലയിലുമാണുള്ളത്. സുനിൽകുമാറിന്റെ നാട്ടിൽ നടന്ന അതിക്രമത്തിനെതിരെ LDF നേതൃത്വം പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി.
തിരുവനന്തപുരത്ത് 15 കൊല്ലമായി കാര്യമായ ഒരു വികസനവും നടന്നിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തി NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. 5 വർഷം സമയം നൽകിയാൽ താൻ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കി കാണിക്കാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 25-30 കൊല്ലം ഞാൻ ഇതുവരെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന സർക്കാരോ ഒരു MPയോ ഒരു മാസ്റ്റർ പ്ലാനോ ഒരു വിഷൻ ഡോക്യുമെന്റ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പോ 20-25 കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒക്കേഷനാണ്. ഞാൻ ചോദിക്കുന്നത് ഒരു 5 കൊല്ലം എനിക്കൊരു അവസരം തരണം. വേണ്ടാത്ത വാഗ്ദാനവും പറഞ്ഞ് ഒന്നും ചെയ്യാൻ പോകുന്ന ആളല്ല. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് എന്റെ കമ്മിറ്റ്മെന്റ് ആണ്, ഇത് എന്റെ ഗ്യാരണ്ടിയാണ്, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഇതാണ് കാര്യം ആണ് ഞാൻ 5 കൊല്ലത്തിൽ ചെയ്യാൻ പോകുന്ന പണി. എല്ലാ അസംബ്ലി സെഗ്മെന്റ്സിനെ ടച്ച് ചെയ്യുന്നുണ്ട്. തീരദേശത്തെ മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി അവർക്ക് എന്താ ചെയ്യാൻ പോകുന്നത്, ട്രിവാൻഡ്രം സിറ്റി അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ എങ്ങനെയാണ് ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു വൈബ്രന്റ് ഇക്കോണമി ആക്കാൻ അതിന്റെ എന്താണ് ഒരു സ്ട്രാറ്റജി. മുസ്ലിം ലീഗിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തി സമസ്തയുടെ പേരിൽ പ്രചാരണം. ഓൺലൈനായി നടക്കുന്ന ക്വിസ് മത്സരത്തിന്റെ പേരിലാണ് ലീഗിനെതിരെ ചോദ്യശരങ്ങൾ ഉയർത്തുന്നത്. വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിന്റെ മൊഴിയെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഇതിനുശേഷം നോട്ടീസ് നൽകി വിട്ടയച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകാനാണ് നിർദ്ദേശം. പറഞ്ഞതിൽ മാറ്റമില്ലെന്നും മാപ്പ് പറയാൻ കോൺഗ്രസ് സവർക്കറുടെ പാർട്ടിയല്ലെന്നും ഷമ പറഞ്ഞു. മതസ്പർദ്ധ വളർത്തുന്ന കാര്യമൊന്നും ചെയ്തിട്ടില്ല. BJPക്കാർ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് പിണറായി സർക്കാർ കേസെടുക്കുന്നതെന്നും ഷമ ചോദിച്ചു. ഇടതുമുന്നണിക്ക് പരോക്ഷ പിന്തുണയുമായി യാക്കോബായ സഭ. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്ന് സഭയുടെ സർക്കുലറിൽ പറയുന്നു. യാക്കോബായ സഭ മെത്രാപോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. യാക്കോബായ സഭയുടെ അസ്തിത്വം സംരക്ഷിക്കുമെന്ന് പുത്തൻകുരിശിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം സൂചിപ്പിച്ചാണ് സർക്കുലർ. സഭാ തർക്കം പരിഹരിക്കുന്നതിന് ലഭിച്ച ഉറപ്പും സർക്കുലറിൽ ഓർമ്മിപ്പിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് പറഞ്ഞ് ഓർത്തഡോക്സ് സഭ. വിശ്വാസികൾക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കാം. സഭ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും സഭയിലുണ്ട്. സഭയ്ക്കുണ്ടായ മുൻകാല അനുഭവങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് നേതൃത്വം വ്യക്തമാക്കി. മണിപ്പൂരും പൗരത്വ ഭേദഗതിയും ന്യൂനപക്ഷങ്ങളിൽ ആശങ്കയുണ്ടാക്കിയെന്നും സഭ അഭിപ്രായപ്പെടുന്നു. ഉമ്മൻചാണ്ടിയില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പിനെയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പാർട്ടിയെ തളരാതെ മുന്നോട്ട് നയിച്ച നേതാവിന്റെ അഭാവം ഒരു വലിയ വിടവ് തന്നെയാണ്. ആ ഓർമ്മകൾ അത്ര പെട്ടെന്ന് വിസ്മരിക്കപ്പെടുന്നതല്ല. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. ആളാരവങ്ങൾക്ക് നടുവിലൊരു മനുഷ്യൻ അവരുടെ സങ്കടങ്ങൾ ആരായുകയാണ്. കയ്യിലുള്ളൊരു തുണ്ട് കടലാസിൽ പരാതികൾ പകർത്തുന്നു. 3-4 വരകളിലൂടെ ഒരു കാരിക്കേച്ചർ ചിത്രം വരയ്ക്കുന്നത് പോലെ ലളിതമായിരുന്നു ഉമ്മൻചാണ്ടി. പാർട്ടിക്കാരുടെ പ്രിയപ്പെട്ട ഓസിയായും പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞൂഞ്ഞായും ഉമ്മൻചാണ്ടി മാറിയത് അതേ ലളിത ജീവിതത്തിലൂടെ തന്നെ. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് കെ കരുണാകരനെ പോലെ പ്രവർത്തകരിലും ജനങ്ങൾക്കിടയിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ വ്യക്തി തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി. KSU അധ്യക്ഷനിൽ നിന്ന് തുടങ്ങി കേരള മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെയുള്ള യാത്ര ചെറുതായിരുന്നില്ല. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ചെയ്തിരുന്ന ജനസേവനം തന്നെയായിരുന്നു എന്നും ഉമ്മൻചാണ്ടിയെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാക്കിയത്. 53 വർഷം പുതുപ്പള്ളിയെ തന്റെ കയ്യിൽ ഭദ്രമാക്കി വെച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും കോൺഗ്രസിന് നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം ഒരു എന്താ പറയുക, ഒരു ഊർജ്ജദായിനി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അദ്ദേഹം ഇടപെടുന്ന രീതി,
അദ്ദേഹം ആളുകളെ പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ എന്താ പറയുക, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പണം കൊണ്ടോ അല്ലെങ്കിൽ വലിയ പ്രകടനങ്ങൾ കൊണ്ടോ പൊതുയോഗങ്ങൾ കൊണ്ടോ നേടാൻ പറ്റാത്ത വലിയ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇവർക്കൊക്കെ കഴിഞ്ഞിരുന്നു. പുഞ്ചിരിയും കാരുണ്യവും മുഖമുദ്രയാക്കിയ പൊതുപ്രവർത്തകൻ, എതിരാളികളെ അവർ പോലും അറിയാതെ നിഷ്പ്രഭരാക്കി മാറ്റിയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ, ആരെയും കേൾക്കുന്ന, സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നയാൾ, അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടാണ്. ജൂലൈ 18 ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഒരത്ഭുതമായി ഉമ്മൻചാണ്ടി ഓർമ്മയായപ്പോൾ ചരിത്രം മാറ്റിയെഴുതിയ രാഷ്ട്രീയ അതികായനെ കൂടിയാണ് കോൺഗ്രസിന് നഷ്ടമായത്. അവരെ സംബന്ധിച്ചിടത്തോളം മുന്നണി സമവാക്യങ്ങൾക്ക് കരുത്തു പകർന്ന, അണികൾക്ക് പ്രചോദനം നൽകിയിരുന്ന പ്രിയപ്പെട്ട നേതാവില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഇഴമുറിയാത്ത മനുഷ്യച്ചങ്ങല തീർത്താണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കേരളം യാത്രയാക്കിയത്. ആ ഓർമ്മകൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. OC പ്രവർത്തകർക്ക് പിന്തുണയായി മാറുന്നതും ആ ഓർമ്മകളിലൂടെ തന്നെ. തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ NDA സ്ഥാനാർത്ഥി ML അശ്വിനിയെ തടഞ്ഞതായി പരാതി. CPM പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ തടഞ്ഞത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ജനപ്രാതിനിധ്യ നിയമപ്രകാരവും പോലീസ് കേസെടുത്തു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പ്രചാരണത്തിനിടെയാണ് സംഭവം. പടന്ന-കടപ്പുറത്ത് സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നതിനിടെ CPIM പ്രവർത്തകരായ PP രതീഷ്, PP അരുൺ എന്നിവർ ഭീഷണിപ്പെടുത്തിയെന്നും അശ്ലീല ചുവയോടെ സംസാരിച്ചെന്നുമാണ് പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി NDA സ്ഥാനാർത്ഥി ML അശ്വിനി ചന്ദേര പോലീസിൽ പരാതി നൽകി. ഒരു സ്ത്രീക്ക് ഇവരൊന്നും റെസ്പെക്ട് കൊടുക്കാത്ത ഒരു സ്ത്രീക്ക് ഒരു അപമാനം ചെയ്തിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടായിട്ട് FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജനാധിപത്യ ഉണ്ടാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും വന്നിട്ട് പ്രചരണം നടത്താം. ഇവർക്ക് ആരാണ് റൈറ്റ് തന്നിട്ടുള്ളത് പ്രചരണം നടത്താൻ വേണ്ടിയിട്ട്? എനിക്ക് എൻ്റെ ഭാരതത്തിൽ എവിടെയും പോയിട്ട് എനിക്ക് വോട്ട് ചോദിക്കാം. പക്ഷേ ഇവർ എന്നെ തടസ്സപ്പെടുത്തിയതാണ്. പിന്നെ എൻ്റെ തന്തനല്ല വിളിച്ചിട്ടുള്ളത്. അതാണ് എനിക്ക് വിഷമമായിട്ടുള്ളത്. ഇത് എത്ര പെട്ടെന്ന് നടപടി എടുക്കണമെന്ന് ഞാൻ അവരോട് പോലീസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 പേർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. കാസർഗോഡ് മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകളുടെയും VVPATന്റെയും സപ്ലിമെന്ററി റാൻഡമൈസേഷൻ നടത്തി. ജില്ലാ വരണാധികാരി K. ഇമ്പശേഖർ നേതൃത്വം നൽകി. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് മെഷീനുകളുടെയും VVPATന്റെയും 1ാം ഘട്ട സപ്ലിമെന്ററി റാൻഡമൈസേഷൻ ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖരൻ, പൊതുനിരീക്ഷകൻ ഋഷിരേന്ദ്രകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടന്നത്. കമ്മീഷനിങ്ങിന് ശേഷം ജില്ലയിലെ ഓരോ മണ്ഡലത്തിലെയും തകരാറുകൾ സംഭവിച്ച മെഷീനുകൾക്ക് പകരം അധികമായി ആവശ്യമുള്ള വോട്ടിംഗ് മെഷീനുകളുടെയും VVPATന്റെയും റാൻഡമൈസേഷനും പൂർത്തിയാക്കി. 2ാം ഘട്ട റാൻഡമൈസേഷൻ ഇന്ന് പൂർത്തിയാക്കും. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ഇനി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. ഇല്ലാത്ത വീഡിയോയുടെ പേരിലാണ് തന്നെ വേട്ടയാടിയതെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. താൻ അറിയാത്ത കാര്യങ്ങളാണ് തൻ്റെ മേൽ ആരോപിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവർ എന്തും ചെയ്തോട്ടെ, ഉമ്മയുടെ പേര് പോലും ഇതിലേക്ക് വലിച്ചിഴച്ചു. ഈ സാഹചര്യത്തിലാണ് KK ശൈലജയുടെ ആരോപണങ്ങൾക്കെതിരെ നിയമപരമായി നീങ്ങാൻ തീരുമാനിച്ചതെന്നും ഷാഫി പറമ്പിൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വടകരയിൽ തീരദേശ കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഷാഫി പറമ്പിലിന്റെ പ്രചരണം. അദ്ദേഹം ജനങ്ങൾക്കിടയിലാണ്. എന്തായാലും ഷാഫിയോട് തന്നെ ചോദിക്കാം. ഷാഫി, ഇന്നിപ്പോ ഇവിടെ വന്നപ്പോഴേ ഈ തീരദേശ പ്രദേശങ്ങളിലുള്ളവർ ചുക്കാനേന്തിയാണ് താങ്കളെ സ്വീകരിച്ചത്. ഇനി വിജയത്തിന്റെ ചുക്കാൻ പിടിക്കുക എങ്ങനെയാണ്? അല്ല, അവരുടെ കൂടെ പിന്തുണയോടെ അല്ലാതെ ഇവിടെ വിജയത്തിന്റെ ചുക്കാൻ പിടിക്കില്ല. അപ്പൊ അവരിപ്പോ ചുക്കാനേന്തി സ്വീകരിക്കുമ്പോൾ ആ പ്രദേശത്തും അവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ചുക്കാൻ ഞാനും ഏറ്റെടുക്കേണ്ടതുണ്ട്. അതെൻ്റെയും ഒരു ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരാദ്യാനുഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥതയോടെ അവരുടെ മേഖലകളിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടും. അവരുടെ കുടുംബത്തിലൊരാളെ പോലെ ഞാൻ കൂടെ ഉണ്ടാവും. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം താങ്കൾ വലിയൊരു വേദനയിലോ അല്ലെങ്കിൽ പ്രതിസന്ധിയിലോ
ആ പ്രതിസന്ധി മറികടന്നു സൈബർ ആക്രമണങ്ങൾ അടക്കമുള്ള എതിർ സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം അടക്കമുള്ള പ്രശ്നം അതിനെ ഇപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒപ്പം അതിനെ മറികടന്നു എന്താണ്? ഞാൻ വേദനയിലുമായിരുന്നില്ല, പ്രതിസന്ധിയിലുമായിരുന്നില്ല. രണ്ടിൻ്റെയും കാരണം എനിക്ക് അതിനകത്ത് പങ്കില്ലെന്നും ഞാനത് ചെയ്തിട്ടില്ലെന്നും വളരെ കൃത്യമായി തന്നെ ഞാൻ സ്റ്റാൻഡ് വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു വേദനയോ ഒരു പ്രതിസന്ധിയോ എനിക്കുണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ പറഞ്ഞെടുത്താണ് ശരി എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്നു, നമ്മൾ കേട്ടു. ഇല്ലാത്ത ഒരു വീഡിയോയുടെ പേര് പറഞ്ഞിട്ടായിരുന്നു ക്രൂശിക്കൽ മുഴുവൻ നടന്നിരുന്നത്. പക്ഷെ അത് വടകരയിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്കെതിരായിട്ടൊന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇനിയൊട്ട് ഉണ്ടാവാനും പോകുന്നില്ല. ഞങ്ങൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ സമയം കിട്ടുന്നില്ല. അതിന് ധാരാളം വിഷയങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വോട്ട് ചോദിച്ചോളാം. അത് കണ്ടിട്ട് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്തോളും. മറ്റൊന്ന്, ഈ സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഷാഫിയും പരാതി പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. എന്താണ് അതേക്കുറിച്ച്? അത് കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ അറിയാത്തൊരു കാര്യം എൻ്റെ പേര് പറഞ്ഞ് കോട്ട് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോയി വാർത്താ സമ്മേളനം നടത്തി രേഖാമൂലം കൊടുത്തു. ഇപ്പോൾ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്തോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉമ്മയില്ലേന്ന് വരെ ചോദിച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേന്നാണല്ലോ എൻ്റെ ചോദ്യം. അപ്പം ഇല്ലാത്ത ഒരു വീഡിയോയുടെ പേരിലാണെന്ന് ആലോചിക്കണം. പിന്നെ അവരെന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് ചെയ്യാൻ പാടില്ലല്ലോ. മറ്റൊന്ന്, ഈ ഈദ് ദിനത്തിൽ നടന്ന ഒരു പരിപാടിയുമായി, ഈദ് വിത്ത് ഷാഫി എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് താങ്കളോട് ഇപ്പം വിശദീകരണം ചോദിച്ചിരിക്കുന്നു. അത് LDFന്റെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം. അവിടുത്തെ ഒരു കമ്മിറ്റി ഒരു പരിപാടിക്ക് വിളിച്ചു, ഞാനവിടെ പോയി പ്രസംഗിച്ചു. ആ പരിപാടിയുടെ സ്റ്റേജ് ഇട്ടിരിക്കുന്ന ഇവിടെ അതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും ഞാൻ കാണില്ലല്ലോ. അതിൻ്റെ സംഘാടകരുമായിട്ട് സംസാരിക്കാം. ഇപ്പം ഞാൻ അറിഞ്ഞുകൊണ്ടിപ്പം ഒരു പ്രശ്നമുള്ള സ്ഥലത്തല്ല. അതിൻ്റെ ലാൻഡിൻ്റെ തർക്കം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കമ്മിറ്റിയായിട്ട് ആലോചിച്ചിട്ട് വേണ്ട പോലെ ചെയ്യും. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. വടകരയിലെ ഏറ്റവും പ്രതീക്ഷ എന്താണ്? കാരണം ജനങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രതികരണം എന്താണ്? തികഞ്ഞ ശുഭപ്രതീക്ഷ, അകമഴിഞ്ഞ പിന്തുണയും നിറഞ്ഞ സ്നേഹവും. തികഞ്ഞ ശുഭപ്രതീക്ഷയാണ് വടകരയിലുള്ളതെന്നും ഡൽഹിയിൽ കാണുമെന്നും ഷാഫി പറമ്പിൽ പറയുന്നു. ഒപ്പം സൈബർ ആക്രമണങ്ങൾക്കുള്ള മറുപടിയും ഷാഫി നൽകുകയാണ്. ക്യാമറ പേഴ്സൺ സജിത് അറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇനി ഓർമ്മയിലെ വോട്ട്. ആലപ്പുഴ മാന്നാറിൽ വീട്ടിൽ വോട്ട് ചെയ്ത സന്തോഷത്തിലാണ് കുരട്ടിശ്ശേരി സ്വദേശി ഫാത്തിമ കുഞ്ഞ്. എല്ലാ തെരഞ്ഞെടുപ്പിലും മുടങ്ങാതെ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്തിരുന്ന ഫാത്തിമ കുഞ്ഞ് ഇത്തവണ തന്റെ സമ്മതിദാനാവകാശം വീട്ടിലെ വോട്ടിലൂടെയാണ് രേഖപ്പെടുത്തിയത്. വീണ്ടും വീട്ടിൽ വോട്ട് ചെയ്ത സന്തോഷത്തിലാണ് 87-കാരിയായ ഫാത്തിമ കുഞ്ഞ്. കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് മാന്നാർ അബ്ദുൽ ലത്തീഫിന്റെ മാതാവായ ഫാത്തിമ കുഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ആരവമുയർന്നപ്പോൾ തന്നെ ഇത്തവണയും വോട്ട് ചെയ്യണമെന്ന ആഗ്രഹവുമായി മുന്നോട്ടു വരികയായിരുന്നു. ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖാന്തരം ഫോറം 12Dയിൽ അപേക്ഷ സമർപ്പിച്ച് അംഗീകാരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് വോട്ട് ചെയ്തത്. എല്ലാ തിരഞ്ഞെടുപ്പിലും മുടങ്ങാതെ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്തിരുന്ന ഫാത്തിമ കുഞ്ഞ് പ്രായാധിക്യം മൂലം 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതലാണ് വീട്ടിൽ വോട്ട് ചെയ്ത് തുടങ്ങിയത്. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ സവിജമോൾ VS, മൈക്രോ ഒബ്സർവർ ഷിജു മാത്യു, ബൂത്ത് ലെവൽ ഓഫീസർ ഷീജ S തുടങ്ങിയ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ക്യാമറമാനുമടങ്ങിയ സംഘമാണ് എത്തിയത്. മകൻ മാന്നാർ അബ്ദുൽ ലത്തീഫ് സഹായിയായി മാതാവിനൊപ്പം ഉണ്ടായിരുന്നു. പ്രായാധിക്യത്തിന്റെ അവശതയിലും വോട്ട് ചെയ്യണമെന്ന ആഗ്രഹം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് ഫാത്തിമ കുഞ്ഞ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ. വോട്ട് പഞ്ച്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരെ പരിഹസിച്ച് നടൻ പ്രകാശ് രാജ്. രാജാവിന്റെ ആസ്ഥാന വിദൂഷകനാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. കർഷകരെയോ മണിപ്പൂരിനെ കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചിട്ടില്ലെന്നും പ്രകാശ് രാജ് വിമർശിച്ചു. Rajiv Chandrasekhar, who has been a 3-time for the last 18 years a Rajya Sabha MP of Karnataka, my state, who has not raised a question, who has not worked for a state where he was there for such almost 2 decades. I want to tell the people of Kerala and Thiruvananthapuram, he is going to drown you. This fellow who claims himself as a Malayali could not ask his Rajavu
Why 500 rupees of flood relief was not given when Raja was busy making a 3,000 crore statue and taking a selfie? This man could not ask his party and his Raja what is happening in Manipur. He could not talk to his Raja about the farmers. And now he is coming and trying to promise heaven and earth. He is missing from Karnataka because this time if he stands there, because he has never fought an election, he has muzzled himself in the politics through money, through siphon. He may be a very intelligent man, but sin will catch him up one day, and I am in search of him. ഇതോടെ അങ്കത്തട്ടിന്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. നമസ്കാരം.